ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചെന്നൈയിലേക്കാണ് ട്ടോ. ചെന്നൈ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു 3 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. തമിഴ്നാട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ ഇതുപോലെ മഴവെള്ളം ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലങ്ങൾ. ഇതിന് ഏരി എന്നാണ് ഇവർ വിളിക്കുന്നത്. പല സ്ഥലത്തും നമുക്ക് ഇതുപോലുള്ള ഏരികൾ കാണാനായിട്ട് പറ്റും. മഴക്കാലത്തും അത് കഴിഞ്ഞുള്ള കുറച്ച് മാസങ്ങളിലൊക്കെ ഇത് ഇതുപോലെ വെള്ളം നിറഞ്ഞു കിടക്കും. വേനലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ട് വറ്റും. ഇതിലൂടെ ആളുകൾ നടന്നു പോകുന്ന അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇത് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാണ് ഇതുപോലെ വെള്ളം ഇവരിങ്ങനെ കെട്ടി നിർത്തുന്നത്. അങ്ങനെ ചെന്നൈ എത്താറൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പിന്റെ വിളി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു വെജ് ഹോട്ടലിലാണ് കയറിയത്. ഞങ്ങൾ 2 സെറ്റ് പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പൂരിയുടെ വലിപ്പം കുറഞ്ഞു പോയത് കൊണ്ടാണോ അതോ ഞങ്ങളുടെ വിശപ്പ് കൂടുതലായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്കത് മതിയായില്ല. പിന്നെ നമ്മളൊരു ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തു കേട്ടോ. ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. ഇത്രയും കയ്പ്പുള്ള ഒരു കോഫി ഞാൻ വേറെ കുടിച്ചിട്ടില്ല. അത്രയും കയ്പ്പായിരുന്നു, നമുക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നൈയിലേക്ക് വന്നേക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാന്നുള്ളതാണ് പരിപാടി. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് ബസിലിക്ക പള്ളിയിലേക്കാണ് കേട്ടോ. സെൻറ് തോമസ് ബസിലിക്ക ചർച്ചിലേക്കാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയകത്തൊക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇനി ഈ വെയിലത്ത് എവിടെ പോകുന്ന ആലോചിച്ചപ്പോഴാണ് കേട്ടോ ജയലളിതേൻ്റെയും രജനീകാന്തിൻ്റെ ഒക്കെ വീട് ഇവിടെ അടുത്താണ്, എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് നേരെ പോസ്റ്റ് ഗാർഡനിലേക്ക് പോയിട്ടോ. ജയലളിതേൻ്റെയും രജനീകാന്തിൻ്റെയും ധനുഷിൻ്റെയും ഒക്കെ വീട് ഈ പറഞ്ഞ പോസ്റ്റ് ഗാർഡനിലാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ജയലളിതയുടെ വീട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വീട്ടിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല. അതിൻ്റെ പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ തന്നെ പറ്റുള്ളൂ. ഇത് ഇവരുടെ പഴയ വീടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു പുതിയ വീടും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് അവരുടെ പുതിയ വീട്. ഈ വീടിൻ്റെ മുമ്പിലായിട്ടുണ്ടല്ലോ ഒരാളിങ്ങനെ മോര് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനും അല്ലാതെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് മോര് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് ധനുഷിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വീടുകളെല്ലാം നമുക്ക് നടന്നു പോകാവുന്ന ഡിസ്റ്റൻസിലാണ് കേട്ടോ എല്ലാം ഉള്ളത്. ഇതാണ് കേട്ടോ ധനുഷിൻ്റെ വീട്. ഇവിടെ പക്ഷേ ആൾതാമസം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. പുറത്ത് സെക്യൂരിറ്റി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഈ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നിറയെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്തും നിറയെ ആളുകൾ വരെയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര പോഷ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ സ്ട്രീറ്റുകളാണെങ്കിലും വീടുകളാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇത് ചെന്നൈ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെന്നൈയുടെ ഇത്രയും പോഷ് ആയിട്ടുള്ള ഒരു ഫേസ് കാണുന്നത്. പിന്നെ ഞങ്ങൾ പോയത് രജനീകാന്തിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്തോ പൂജ നടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് പുള്ളിയുടെ വീട് കാണാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് സാക്ഷാൽ രജനീകാന്തിന്റെ വീട്. അങ്ങനെ വീടുകളൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായിട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കയറി നല്ല സാമ്പാറും അവിയലും കിച്ചടിയും പച്ചടിയും ഒക്കെ കൂട്ടി നല്ല തനി നാടൻ സദ്യ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് നമ്മുടെ ദാസിൻ്റെയും വിജയൻ്റെയും ബീച്ചായിട്ടുള്ള ബസന്ത് നഗർ ബീച്ചിലേക്കാണ് കേട്ടോ. ഈ ബീച്ച് ഭയങ്കര വലിയ ബീച്ചാണ് കേട്ടോ. കാണാനും ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചാണ്. ഈ ബീച്ചിൽ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബീച്ചിൽ നമുക്കൊരു പാത്ത് വേ ഇട്ടിട്ടുണ്ട് കേട്ടോ. മരം വെച്ചിട്ട് ഇവരിങ്ങനെ ഒരു പാത്ത് വേ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നടന്നിട്ട് നമുക്ക് കടലിലേക്ക് സുഖമായിട്ട് എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മണ്ണിൽ കൂടെയൊക്കെ നടന്ന് ആകെ അവശതയായിട്ടാണല്ലോ കടലിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഒരു മരം പാവിയ ഈ ഒരു പാത്ത് വേ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നടന്ന് അതിലേക്ക് എത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീൽ ചെയറിൽ വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പാത്ത് വേ കൂടെ കടലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ബീച്ചിലുണ്ടല്ലോ നിറയെ കച്ചവടക്കാരും ഫുഡ് സ്റ്റാളുകൾ അതുപോലെ തന്നെ കളിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതെല്ലാം ഭയങ്കര അടിപൊളിയാവുന്നുണ്ടോ തോന്നുന്നത്. ഈ ഒരു ബീച്ചിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ദാസൻ്റെയും വിജയൻ്റെയും ദുബായ് ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോണ്ടി ബസാറിലേക്കാണ് കേട്ടോ പോയത്. ചെന്നൈയിലെ തന്നെ അറിയപ്പെടുന്ന ഷോപ്പിംഗ് സ്ട്രീറ്റുകളിൽ ഒന്നാണ് ഈ പോണ്ടി ബസാർ എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൻ്റെ 2 സൈഡിലായിട്ട് നിറയെ കടകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുട്പാത്തിലും ഒക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളെ കാണാനായിട്ട് പറ്റും. ഈ പോണ്ടി ബസാർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ വിലപേശി സാധനങ്ങൾ മേടിക്കുക, ഹോൾസെയിലായിട്ട് സാധനങ്ങൾ മേടിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇവിടെ എല്ലാം ഫിക്സഡ് പ്രൈസ് സാധനങ്ങളായിരിക്കും. സാധാരണ പുറത്ത് കിട്ടുന്ന ഏകദേശം അതേ റേറ്റിലൊക്കെ തന്നെയാണ് സാധനങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ഒരു രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ചെന്നൈയിലിപ്പോൾ ഈ ഓവർ ബ്രിഡ്ജുകളൊക്കെ ഇതുപോലെ ലൈറ്റ് ഇട്ട് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ ട്രാഫിക്കിലൊക്കെ കിടന്ന് ഞങ്ങൾ പയ്യെ വീടെത്തി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.